നാം പലപ്പോഴും കാണാറുണ്ട് ന്യൂറോ ഡൈവർജന്റ് ആയിട്ടുള്ള ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ADHD, സെറിബ്രൽ പാൾസി, ഡെവലപ്മെന്റൽ ഡിലേ, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ മുതലായ കുഞ്ഞുങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വെച്ച് അമിതമായി ദേഷ്യപ്പെടുക, കരയുക, വഴക്കുണ്ടാക്കുക, വാശി കാണിക്കുക, അതുപോലെ തന്നെ ചെവി പൊത്തിപ്പിടിക്കുക എന്നിങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. പലപ്പോഴും ഇത് കുഞ്ഞിന്റെ അമിത വാശി അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ കാണിക്കുന്ന പ്രശ്നമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ ഈ പെരുമാറ്റത്തിന് പിന്നിലെ ബ്രെയിനിനെ നാം അറിയേണ്ടതായിട്ടുണ്ട്. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചുറ്റുപാടിൽ നിന്നുള്ള അമിതമായിട്ടുള്ള ശബ്ദം, വെളിച്ചം, തിരക്ക്, തുടർച്ചയായിട്ടുള്ള നിർദ്ദേശങ്ങൾ, വിശപ്പ്, ഉറക്കം എന്നിവയൊക്കെ ചിലപ്പോൾ നാഡീവ്യവസ്ഥയെ ഓവർലോഡാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിന്റെ ഫലമായി പലപ്പോഴും കുഞ്ഞുങ്ങൾ മെൽഡൗൺ ആവുകയും അവർ പല കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും അമിതമായിട്ടുള്ള പെരുമാറ്റ പ്രശ്നങ്ങളും വാശികളും കാണിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പല മാതാപിതാക്കളും അസ്വസ്ഥരാക്കുകയും കുട്ടികളെ ഒരുപാട് വഴക്ക് പറയും, ശിക്ഷിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നതായി കാണാം. ഈ സമയത്ത് കുട്ടികളെ ശിക്ഷിക്കുന്നതിനേക്കാൾ അവരെ മനസ്സിലാക്കാനും റെഗുലേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയുമാണ് വേണ്ടത്. കുട്ടികൾ അമിതമായി ഓവർലോഡഡ് ആയിട്ട് വാശി കാണിക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ വെളിച്ചം കുറഞ്ഞ ശബ്ദരഹിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുകയും കുട്ടികളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. കുട്ടിയുടെ നാഡീവ്യവസ്ഥ ശാന്തമാകുമ്പോഴാണ് കുട്ടി ആശയവിനിമയം നടത്താനും സാമൂഹികമായി ഇടപഴകാനും പഠിക്കാനും തുടങ്ങുന്നത്. അതിനാൽ ഇത്തരം കുഞ്ഞുങ്ങളുടെ പെരുമാറ്റങ്ങൾ കാരണം മാതാപിതാക്കൾ അസ്വസ്ഥരാകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ നാഡീവ്യവസ്ഥയും ബ്രെയിനിനെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കുക. സപ്പോർട്ട് ദ നെർവസ് സിസ്റ്റം ഫസ്റ്റ്, ദെൻ ലേണിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ വിൽ ഫോളോ.